ആപ്ലിക്കേഷൻ ആയാലും അതിൽ 2 പാർട്സ് ആയിട്ടാണ് അതിനെ ക്ലാസിഫൈ ചെയ്യുക. ഒന്ന് അതിന്റെ ഫ്രണ്ട് എൻഡും മറ്റേത് അതിന്റെ ബാക്ക് എൻഡും ആയിട്ടാണ് വരുന്നത്. അപ്പൊ നിങ്ങളിപ്പോ ഏതെങ്കിലും വെബ്സൈറ്റ് എടുത്തെന്ന് വിചാരിക്കുക, അതായത് ഗൂഗിള് അല്ലെങ്കിൽ ഏത് സിമ്പിൾ വെബ്സൈറ്റ് ആയാലും അതിന്റെ ഒരു ഫ്രണ്ട് എൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് യൂസേഴ്സിന് കാണാൻ പറ്റുന്ന ആ സ്ക്രീനിൽ കാണാൻ പറ്റുന്ന ആ പാർട്ട് ഏതാണോ അതാണ് അതിന്റെ ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു ലോഗിൻ പേജ് എടുത്താൽ ഫോർ എക്സാമ്പിൾ, ആ ലോഗിൻ പേജിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? നമ്മുടെ ലോഗിൻ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റുന്ന ഫീൽഡും പിന്നെ വരുന്നത് അതിന്റെ പാസ്വേഡും ഒരു ലോഗിൻ ബട്ടണും. ഇതെല്ലാം ഫ്രണ്ട് എൻഡിൽ ഇൻക്ലൂഡഡ് ആണ്. അതിന്റെ ഫോണ്ട് ആയാലും അതിന്റെ ആ എല്ലാ ഓവറോൾ പേജിലുള്ള കളർ ആയാലും ഓവറോൾ ആ പേജ് ആണ് നമ്മൾ ഫ്രണ്ട് എൻഡ് ആയിട്ട് പറയുന്നത്. പിന്നെ അടുത്തതായിട്ട് വരുന്നതാണ് ബാക്ക് എൻഡ് എന്ന് പറയുന്നത്. ബാക്ക് എൻഡ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ലോഗിൻ പേജിൽ ലോഗിൻ ചെയ്യുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് അതിൽ ഷെയർ ചെയ്തിട്ട് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പൊ ഈ നമ്മുടെ യൂസർ ഐ ഡി ആയാലും ആ പാസ്വേഡ്സ് എല്ലാം ഒരു ഡാറ്റാബേസിലോട്ട് പോകും. അല്ലെങ്കിൽ ഈ ഇൻഫർമേഷൻ എല്ലാം നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഈ ഇൻഫർമേഷൻ എല്ലാം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ കംപ്ലീറ്റ് പ്രോസസ്സും അതിന്റെ ബിഹൈൻഡ് ദ സീൻസിൽ നടത്തുന്ന വർക്കിംഗ് ആണ് നമ്മൾ ബാക്ക് എൻഡ് എന്ന് പറയാം. അപ്പൊ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഫ്രണ്ട് എൻഡിൽ വരുന്ന സെക്യൂരിറ്റി ഇഷ്യൂസും പിന്നെ വൈബ് കോഡിംഗ് എന്താണും എന്നുള്ള ബേസിക്സ് ആണ് ഇന്നത്തെ സെഷനിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ വൈബ് കോഡിംഗ് നമുക്ക് തുടങ്ങാം. ഒരു മിനിറ്റ്. ഓക്കെ, ഈ സ്ക്രീൻ കാണുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ വൈബ് കോഡിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഇത് ആക്ച്വലി റീസെന്റ് ആയിട്ട് പറഞ്ഞിട്ട് കോയിൻ ചെയ്ത ഒരു ടേം ആണ് വൈബ് കോഡിംഗ് എന്ന് പറയുന്നത്, ബൈ ആൻഡ്രേ കർപ്പത്തി. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ബേസിക്കലി ഇപ്പോ ഈ ഇൻസ്റ്റഗ്രാമിലായാലും സോഷ്യൽ മീഡിയയിലെല്ലാം കണ്ടുവരുന്ന ഒരു ട്രെൻഡ് ഇല്ലേ, അതായത് ജെമിനായി വെച്ചിട്ട് ഒരു പിക്ചർ എഡിറ്റ് ചെയ്യുന്നു. അപ്പൊ പൊതുവെ നമ്മൾ AI ടൂൾസ് വെച്ചിട്ട് ഫെമിലിയർ ആണ്. അതുപോലെ തന്നെ കോഡിങ്ങിൽ നമ്മൾ AI ടൂൾസ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതാണ് വൈബ് കോഡിംഗ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മൾ സ്ക്രാച്ചിൽ നിന്ന് തന്നെ ഓരോ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാണ്ട് തന്നെ ഈ കോഡിങ് നമ്മുടെ ഒരു ബേസിക് ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്തിട്ട് ഒരു കൃത്യമായിട്ട് എല്ലാ ഫീച്ചേഴ്സും ആ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്ലിക്കേഷന് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നതല്ല കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ AI ടൂൾസിന്റെ ഹെൽപ്പോട് കൂടി ആ വെബ്സൈറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഡ് വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് കിട്ടും. അതാണ് വൈബ് കോഡിങ്. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാന്നുണ്ടെങ്കിൽ നിങ്ങളും ഒരു കാര്യം ചെയ്യും, ചെറിയ ടാസ്ക് ഞാൻ തരാം. ലൈക്ക് നിങ്ങളുടെ ഫോണിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ ഇപ്പൊ AI ടൂൾസ് ഉണ്ടാവില്ലേ, ജെമിനി ആയാലും പെർപ്ലെക്സിറ്റി ആയാലും ChatGPT ആയാലും ഏതായാലും നിങ്ങൾ അതിലൊരു പ്രോംപ്റ്റ് കൊടുക്കണം. ഒരു ബേസിക് വെബ് പേജ് ലോഗിൻ പേജ് അത് ക്രിയേറ്റ് എ ലോഗിൻ പേജ് എന്ന് ജസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടതല്ല. അതിൽ നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്ന കുറെ ഫീച്ചേഴ്സും അതിന്റെ കളർ കോമ്പിനേഷൻ ഏതാ, അങ്ങനെ കുറച്ച് ക്രിയേറ്റീവ് ആയിട്ട് ആലോചിച്ചിട്ട് അത് ഇങ്ങനെ ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോംപ്റ്റ് കൊടുക്കുക. എന്നിട്ട് ആ കിട്ടുന്ന കോഡ് HTML കോഡാണ്, അല്ലെങ്കിൽ HTML കോഡാണെങ്കിൽ അതൊരു HTML കമ്പൈലറിൽ ജനറേറ്റ് ചെയ്തിട്ട് കാണിച്ചു. ഞാനും ആ ടാസ്ക് ഇപ്പൊ ചെയ്യാം. അപ്പൊ നിങ്ങളും കൂടെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്താൽ നമുക്ക് സെഷൻ കുറച്ചും കൂടെ ഇന്ററാക്ട് ചെയ്യായിരുന്നു. ഇത് ആക്ച്വലി സിമ്പിൾ ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. AI ടൂൾസ് യൂസ് ചെയ്യാൻ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവരും പെട്ടെന്ന് തന്നെ ഒന്ന് AI ടൂൾസ് എടുത്തേ.
അപ്പൊ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എല്ലാരും? ലൈക്ക് ആക്ച്വലി അതിന് അത്ര ടൈമൊന്നും വേണ്ട. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് എക്സ്ട്രാ ടൈം തന്നേ ഉള്ളൂ. അപ്പൊ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് എനിക്ക് വാട്സപ്പ് ചെയ്യോ, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ തന്നെ അത് ഷെയർ ചെയ്യോ, നിങ്ങൾ ചെയ്യോ? സി ഇത് ആക്ച്വലി ജസ്റ്റ് ഒരു ബേസിക് ലോഗിൻ പേജ് പോലെ ചാറ്റ്ജിപിടി ജെമിനായി ജനറേറ്റഡ് കോഡ് വെച്ചിട്ട് ചെയ്തതാണ്. അപ്പൊ ഇതുപോലെ നമ്മുടെ ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ചിട്ട് നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇതിപ്പോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോ ഞാൻ ജസ്റ്റ് ഒരു ബേസിക് പേജ് പോലെ ചെയ്തിട്ടുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് ക്രിയേറ്റീവ് ആയിട്ട് എങ്ങനെ വേണമായാലും നിങ്ങൾക്ക് സ്ക്രാച്ചിൽ ആ കോഡ് ചെയ്ത് തുടങ്ങണം എന്നില്ലാണ്ട് നിങ്ങളുടെ പ്രോംപ്റ്റ് അടിച്ചു കൊടുത്താൽ അതേപോലെ രീതിയിൽ ആ കോഡ് തരും. പിന്നെ അതിന് എന്തെങ്കിലും ചെറിയ ചെറിയ കറക്ഷൻസ് ഉണ്ടെങ്കിൽ ആ കറക്ഷൻസും കൂടെ കറക്റ്റ് ചെയ്തിട്ട് ബാക്കി കോഡ് അപ്ഡേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പൊ ഇത് ആക്ച്വലി ഭയങ്കര സിമ്പിൾ അല്ലേ? ലൈക്ക് ചാറ്റ്ജിപിടി ആയാലും ജെമിനി ആയാലും ഏത് AI ടൂൾ ആയാലും വിത്തിൻ സെക്കൻഡ്സ് ആണ് ആ കോഡ് നമുക്ക് ജനറേറ്റ് ചെയ്ത് തരുന്നത്. അതൊരു കോഡിംഗ് പ്രോസസ്സിനെ തന്നെ സിംപ്ലിഫൈ ചെയ്യുന്നുണ്ട് നല്ലോണം. നമുക്കിപ്പോൾ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വെബ്സൈറ്റ് നമുക്കൊരു ഐഡിയ ഉണ്ട്, പക്ഷെ എങ്ങനെ തുടങ്ങണം എന്നറിയില്ല, അല്ലെങ്കിൽ എങ്ങനെ അതിന്റെ ബേസിക് ഓവറോൾ അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെയാണെന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു വൈബ് കോഡിംഗ് ഉപയോഗിച്ചിട്ട് അതിലൊരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ആ കോഡ് വെച്ചിട്ട് ഫെർദർ എൻഹാൻസ്മെന്റ്സ് ചെയ്യാം. അപ്പൊ നമ്മുടെ കോഡിംഗ് പ്രോസസ്സിനെ സിംപ്ലിഫൈ ചെയ്യുന്ന രീതിയിലാണ് വൈബ് 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 കോഡിംഗ് നമ്മൾ യൂസ് ചെയ്യാറ്. ഇപ്പോൾ ഇത് ജസ്റ്റ് ഒരു ബേസിക് HTML കോഡാണ്. ഇതിലൊരു വെൽക്കം പേജ് ഉണ്ട്, ഇമെയിൽ അഡ്രസ്, പാസ്വേഡ്, ലോഗിൻ ഒക്കെ ഉണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രണ്ട് എൻഡ്. നമ്മളൊരു ഈ ആപ്ലിക്കേഷൻ ഞാൻ ക്രിയേറ്റ് ചെയ്താൽ ഇതുപോലെ ആയിരിക്കും ഡിസ്പ്ലേ ചെയ്ത് വരിക. ഇതാണ് അതിന്റെ ഫ്രണ്ട് എൻഡ്. ഇപ്പൊ എനിക്ക് ഇമെയിൽ അഡ്രസ് ആണെങ്കിൽ ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന് ഇമെയിൽ അഡ്രസ് എൻ്റർ ചെയ്യാൻ പറ്റും, പിന്നെ പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറ്റും, പിന്നെ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന എല്ലാം ഇൻക്ലൂഡഡ് ആണ് ഫ്രണ്ട് എൻഡ് വരുന്നത്. ഇനി ഈ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഇമെയിൽ അഡ്രസ്സും പാസ്വേഡ് എല്ലാം ഇതിന്റെ ബാക്ക് എൻഡ് കോഡ് ഉപയോഗിച്ചിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അതിൻ്റെതായ ഡാറ്റാബേസിലോട്ട് ആ ഇൻഫർമേഷൻ എല്ലാം സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ എല്ലാ കോഡിംഗ് പ്രോസസ്സും ഓവറോൾ 2 പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ വൈബ് കോഡിംഗ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു ബേസിക് ലോഗിൻ പേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നാണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത് ആക്ച്വലി സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു തരാൻ നോക്കുകയാണ്. ഇനി നിങ്ങൾ ബാക്കി ഇനി എന്തെങ്കിലും ചേഞ്ചസ് ഉള്ള രീതിയിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലോഗിൻ പേജസ് അല്ലാണ്ട് വേറെ ഒരു കംപ്ലീറ്റ് വെബ്സൈറ്റ്സിന്റെ ക്രിയേഷൻ എന്ന രീതിയിലൊക്കെ ഈ വൈറ്റ് കോഡിംഗ് വെച്ചിട്ട് ട്രൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോ സോ കമ്മിങ് ബാക്ക് ടു യുവർ PPT. ഇപ്പൊ വൈബ് കോഡിംഗ് എന്ന് പറഞ്ഞാൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് AI ടൂൾസ് അല്ലെങ്കിൽ ഒരു AI കോപൈലറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കോഡിനെ ഹെൽപ്ഫുൾ ചെയ്യുന്ന, ഇപ്പൊ നമുക്ക് എന്തെങ്കിലും എറേഴ്സ് വന്നാൽ അത് കറക്ഷൻ ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ കംപ്ലീറ്റ് ഫോർമാറ്റ് അത് ഓട്ടോമാറ്റിക്കലി ആഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള AI ടൂൾസിന്റെ ഹെൽപ്പോട് കൂടി കോഡിംഗ് ചെയ്യുന്നതിനാണ് നമ്മൾ വൈബ് കോഡിംഗ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ കോഡിംഗ് പ്രോസസ്സിന് നല്ലോണം സിമ്പിൾ ആയിട്ട് ചെയ്യും. പിന്നെ ഒരു സിസ്റ്റമാറ്റിക്കൽ, ഒരു ഫോർമാറ്റഡ് രീതിയിലായിരിക്കും ആ കോഡെല്ലാം നമുക്ക് കിട്ടുന്നത്. അപ്പൊ ആ കോഡെല്ലാം നമുക്ക് ഭയങ്കര ഈസിലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച കോഡായിരുന്നാലും അതിൽ ഓരോ കമന്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ AI ടൂൾസ് ഭയങ്കര ഫോർമാറ്റഡ് രീതിയിൽ തന്നെ ഇത്ര ആണ് അതിന്റെ ടോപ്പ് പാർട്ട് വരുന്നത്, പിന്നെ അതിന്റെ കണ്ടന്റ്സ് ഇങ്ങനെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്, അതിന്റെ ബട്ടൺസ് ഈ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആഡ് ചെയ്തിട്ടുള്ളത് എന്ന രീതിയിൽ കംപ്ലീറ്റ് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഡ് സ്ട്രക്ചർ പോലെ വിത്തിൻ സെക്കൻഡ്സ്
നമുക്ക് ജനറേറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ ഈ വൈബ് കോഡിംഗ് വെച്ചിട്ടുള്ള കോഡിൽ നമുക്കിപ്പോൾ കോഡിങ്ങിൽ ഒരു ബിഗിനർ ആണെങ്കിൽ വൈബ് കോഡിംഗ് ചെയ്തുകൊണ്ട് ഈ കോഡിംഗ് നമുക്ക് ഫെമിലിയറൈസ് ആയാൽ പിന്നെ ബാക്കി നമുക്ക് അത് ഇങ്ങനെ പതിയെ പതിയെ ലേൺ ചെയ്ത് വരും. ഇപ്പോൾ എല്ലാ ഹാക്കത്തോൺസിലായാലും നമ്മൾ ഈ സ്ക്രാച്ച് എന്ന കോഡിംഗ് പ്രോസസ്സ് തുടങ്ങാണ്ട് വൈബ് കോഡിംഗ് എന്ന രീതിയിൽ ചെയ്തിട്ടാണ് പിന്നെ ബാക്കി നമ്മൾ ഇംപ്രൂവ് ചെയ്തുകൊണ്ട് വരുന്നത്. ഇനിയിപ്പോ നെക്സ്റ്റ് ആയിട്ടുള്ളത് ലൈക്ക് ഇതൊരു ബേസിക് എക്സാമ്പിൾ ആണ്. ലൈക്ക് ദിസ് ഇസ് എ മെസ്സി കോഡ്. അതായത് ഈ കോഡ് നിങ്ങൾക്ക് കണ്ടാൽ ഇപ്പൊ ജസ്റ്റ് ഒരു ഫസ്റ്റ് ഗ്ലാൻസിൽ എന്താണ് ആ കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവില്ല. കാരണം ഇതൊരു പ്രോപ്പർ ആയിട്ടുള്ള അലൈൻമെന്റ് ഇല്ല. ഇതിൽ ഭയങ്കര ഒരു കൺജസ്റ്റഡ് രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരു സിസ്റ്റമാറ്റിക് കോഡ് നമ്മളിപ്പോൾ എടുത്തു നോക്കുമ്പോൾ ഇതിലൊരു ഡിവിഷൻ ഉണ്ട്. അതായത് ഇതിന്റെ ടോപ്പ് പാർട്ടിൽ കൊടുത്തിട്ടുള്ളത് ഹലോ വേൾഡ് എന്ന് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഒരു ക്ലിക്ക് മീ ബട്ടണും കൊടുത്തിട്ടുണ്ടാവും. അതിപ്പോ നമുക്ക് ഈ സെക്ഷൻ കാണുമ്പോൾ ഒരു ബ്ലോക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതായത് 2 വേർഡ്സ് സെപ്പറേറ്റ് ആയിട്ട് പ്രിന്റ് ചെയ്ത് വരും, ഹലോവും വേൾഡും. പിന്നെ ബട്ടൺ ID ഈ ക്ലിക്ക് മീ എന്ന് കൊടുത്തിട്ടുള്ള രീതിയിൽ ക്ലിക്ക് മീ ബട്ടൺ അവിടെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയാണ് ഈ പേജിന്റെ ഓവറോൾ ഫോർമാറ്റ് വരുന്നത്. പിന്നെ ആ ക്ലിക്ക് മീ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എന്താ ഡിസ്പ്ലേ ചെയ്യേണ്ടതെന്നാണ് സ്ക്രിപ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. അതായത് ഇപ്പൊ സ്ക്രിപ്റ്റിൽ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഗ്രീറ്റ് ബട്ടൺ, ക്ലിക്ക് മീ ബട്ടണിന് നമ്മളൊരു പേര് അസൈൻ ചെയ്തിട്ടുണ്ട്, ഗ്രീറ്റ് ബട്ടണിന്. ഈ ഗ്രീറ്റ് ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഹായ് എന്ന് പറഞ്ഞ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അപ്പൊ ഈ 2 കോഡും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഫസ്റ്റത്തെ കോഡ് നമ്മൾ പെട്ടെന്നുള്ള നോക്കുമ്പോൾ ആ കോഡ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകാൻ പറ്റുന്നില്ല. പക്ഷെ ഇപ്പൊ ഞാനൊരു കോഡിംഗ് ബിഗിനർ ആണെങ്കിൽ എനിക്ക് HTML തീരെ അറിയില്ലെങ്കിൽ കൂടെ ഈ സെക്കൻഡ് കോഡ് നമുക്ക് ജസ്റ്റ് കാണുമ്പോൾ തന്നെ അതിങ്ങനെയാണ്, അതിന്റെ ഓരോ ഫോർമാറ്റ് ഒരു ഡീറ്റെയിൽഡ് സ്ട്രക്ചർ ആയിട്ട് കൊടുക്കുന്നത് നമുക്ക് കണ്ടിട്ടാകുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ഇന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. സിമ്പിൾ ആയിട്ടാണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ വൈബ് കോഡിങ്ങിന്റെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് ആയിട്ടാണ് ഇത് വരുന്നത്. ഇത് ബിഗിനേഴ്സിന് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതിയിലാണ് വരുന്നത്. പിന്നെ സെക്യൂരിറ്റി, നമ്മളിപ്പോ സൈബർ കമ്മ്യൂണിറ്റിന്റെ ഒരു സെഷൻ അല്ല അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ ഈ സൈബർ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ വൈബ് കോഡിങ് ചെയ്യുമ്പോൾ AI ടൂൾസിന്റെ ഹെൽപ്പോട് കൂടെ ഒരു കോഡിങ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന സെക്യൂരിറ്റി മെഷേഴ്സ് അല്ലെങ്കിൽ അതിൽ വരുന്ന റിസ്ക് എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. അപ്പൊ ഇതിൽ AI ജനറേറ്റഡ് റിസ്ക്, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഈ കോഡ് ഇപ്പൊ നേരത്തെ കാണിച്ച HTML കോഡ് ആയാലും അത് പെട്ടെന്ന് വിത്തിൻ സെക്കൻഡ്സ് ആണ് ജനറേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇത് ഭയങ്കര ഒരു ഫാസ്റ്റ് പ്രോസസ് ആയതുകൊണ്ട് നമുക്ക് അതൊന്ന് റിവ്യൂ ചെയ്യാണ്ട് നമ്മൾ അങ്ങനെ തന്നെ അത് യൂസ് ചെയ്താൽ അതിൽ എന്തെങ്കിലും വൾണറബിലിറ്റീസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അത് റൺ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു കോഡ് തരുന്ന അതേപോലെ തന്നെ ഇപ്പൊ കുഴപ്പമില്ല, നമ്മൾ ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി ചെയ്യുന്നത്. പക്ഷെ ഒരു റിയൽ ടൈം ആപ്ലിക്കേഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഒരു വൈബ് കോഡിങ് ചെയ്യുന്നതിൽ നമ്മൾ അതിന് ജനറേറ്റ് ചെയ്ത കോഡിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ എന്നെല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് എൻഷുർ ചെയ്യണം. പിന്നെ മെസ്സി കോഡ് ഈസ് ഈക്വൽ ടു ഹിഡൻ ബഗ്സ്. അതായത് നമ്മുടെ ഇപ്പൊ ഒരു ഭയങ്കര ഇതായിട്ടുള്ള കോഡ്, ഇപ്പൊ വൈബ് കോഡിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ഡീറ്റെയിൽഡ് സ്ട്രക്ചർ പോലെയാണ് ഇവിടെ കോഡ് കൊടുത്തിട്ടുള്ളത്. അതായത് ChatGPT ജനറേറ്റഡ് കോഡ് ആണെങ്കിൽ നമ്മൾക്ക് ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ രീതിയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ കോഡ് നമുക്ക് എന്തെങ്കിലും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ അവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉള്ള പോലെ രീതിയിൽ തോന്നിയാൽ നമുക്കപ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു മെസ്സി കോഡ് പോലെ തോന്നുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരു ഐഡിയ ഇല്ല, ലൈക്ക് ഈ കോഡിൽ ഇപ്പൊ എന്തെങ്കിലും എറർ ഉണ്ടോ തന്നെ എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, എനിക്ക് പെട്ടെന്ന് കാണുമ്പോൾ അത് മനസ്സിലാവില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു സിസ്റ്റമാറ്റിക് പ്രൊസീജിയറിലാണ് അത് വരുന്നതെങ്കിൽ നമുക്ക് ആ എറർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓൾസോ ആ എറർ കറക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഫ്രണ്ട് ആൻഡ് സെക്യൂരിറ്റിയിൽ മെയിൻലി വരുന്ന 4 കോമൺ ത്രെഡ്സ്. ഇപ്പൊ ഞാൻ ഫ്രണ്ട് എൻഡ് എന്താന്ന് പറഞ്ഞു, നമ്മുടെ വെബ് സ്ക്രീനിൽ, അതായത് നമ്മുടെ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷനിൽ ആ സ്ക്രീനിൽ വിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മൾ യൂസേഴ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത്. ഈ ഫ്രണ്ട് എൻഡിൽ എന്തൊക്കെ സെക്യൂരിറ്റി ഇഷ്യൂസ് ആണ് നമുക്ക് കാണാൻ പറ്റുമെന്നാണ് ഉള്ളത്. അപ്പൊ ഇതിൽ മെയിൻലി 4 ടൈപ്സ് ഓഫ് ക്രൈറ്റീരിയസ് ഉള്ളത്. ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിങ്ങും
ക്രോസ് സൈറ്റ് റിക്വസ്റ്റ് ഫോർജിങ്ങും ഇൻസെക്യൂർ സ്റ്റോറേജും പിന്നെ ഡോം ബേസ്ഡ് അറ്റാക്സും. ഇതിൽ ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സൈറ്റ് ഉണ്ട്. ഇപ്പൊ ഞാൻ ഒരു HTML കോഡ്, ഇപ്പൊ ഞാൻ ഒരു ആമസോൺ പോലെയുള്ള ഒരു വെബ്സൈറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു HTML കോഡ് ജനറേറ്റ് ചെയ്തു. ആ HTML കോഡിൽ ഒരു ഹാക്കർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു ജാവാ സ്ക്രിപ്റ്റ് ആഡ് ചെയ്യും. അവർ ആ ജാവാ സ്ക്രിപ്റ്റ്, ഇപ്പൊ ഞാൻ ആ കോഡ്, ഇപ്പൊ എന്റെ ആമസോണിന്റെ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിന്റെ കോഡ് ഞാൻ റൺ ചെയ്യുമ്പോൾ ഹാക്കർ അതിൽ ഓൾറെഡി ഒരു ജാവാ സ്ക്രിപ്റ്റ്, ഒരു ഹാംഫുൾ ജാവാ സ്ക്രിപ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഞാൻ ആ കോഡ് റൺ ചെയ്യുമ്പോൾ ആ ഹാക്കർ ഇൻസേർട്ട് ചെയ്തിട്ടുള്ള കോഡും ഓട്ടോമാറ്റിക്കലി റൺ ചെയ്തിട്ട് ഈ യൂസേഴ്സ്, ഇപ്പൊ എന്റെ വെബ്സൈറ്റ് ഞാൻ ലോഞ്ച് ചെയ്തു, അതിൽ ആ കോഡും ഉണ്ട്. അപ്പൊ യൂസേഴ്സ് എൻ്റർ ചെയ്യുന്ന ഡീറ്റെയിൽസും ഡാറ്റാസ് എല്ലാം ഈ ഹാക്കേഴ്സിന് കളക്ട് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്. ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് പോലെ തന്നെയാണ് ഈ ഡോം ബേസ്ഡ് അറ്റാക്സ് എന്ന് പറയുന്നത്. അതെന്താന്ന് വെച്ചാൽ നമ്മുടെ വെബ് പേജസിന് ഡയറക്ട്ലി ഒരു മലീഷ്യസ് കോഡ് ഇൻസേർട്ട് ചെയ്തിട്ട് ഹാക്കേഴ്സിന് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ ഈ ഡോം ബേസ്ഡ് അറ്റാക്സ് എന്ന് പറയുന്നത്. ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ കോഡ്, ഇതിൽ ഒരു പെർട്ടിക്കുലർ ജാവാ സ്ക്രിപ്റ്റ് കോഡ് എൻ്റെ ഓൾറെഡി ഞാൻ ചെയ്തു വെച്ചിട്ടുള്ള കോഡിലോട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് അത് പിന്നെ ഞാൻ റൺ ചെയ്യുമ്പോൾ, ഞാൻ നോർമലി ഒരു കമ്പൈലർ വെച്ചിട്ട് റൺ ചെയ്യുമ്പോൾ ആ കോഡ് ഈ ഞാൻ എൻറ്റർ ചെയ്ത കോഡിന്റെ കൂടെ എക്സിക്യൂട്ട് ആയിട്ട് ആ ഹാക്കേഴ്സിന് ആ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ക്രോസ് സൈറ്റ് റിക്വസ്റ്റ് ഫോർജറി. ക്രോസ് സൈറ്റ് റിക്വസ്റ്റ് ഫോർജറി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ എന്തേലും ഒരു സൈറ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട്, ഇപ്പൊ ഏതേലും ഒരു മൂവി, ഇപ്പോ നെറ്റ്ഫ്ലിക്സ് പോലെയുള്ളതിന്റെ ഏതെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് വെബ്സൈറ്റ് ആണെന്ന് ഞാൻ ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു പോപ്പപ്പ് മെനു പോലെ വരും. ലൈക്ക് യു വോണ്ട് $1 million ലോട്ടറി, ഡു യു വാണ്ട് ടു ടേക്ക് ദിസ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് യെസ് ഓർ നോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പോപ്പപ്പ് മെനു പോലെ, ആ സൈറ്റുമായിട്ട് ഒരു ബന്ധമില്ലാത്ത രീതിയിലുള്ള ഒരു പോപ്പപ്പ് മെനു പോലെ വരും. അപ്പൊ നമ്മൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലൂടെ ഹാക്കേഴ്സിന് നമ്മുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് അൺവാണ്ടഡ് ആക്ഷൻസ് എല്ലാം പെർഫോം ചെയ്തിട്ട് ഹാക്കേഴ്സിന് നമ്മുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ മെയിൻലി 2 ടൈപ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു ഫ്രണ്ട് ആൻഡ് സെക്യൂരിറ്റിയിൽ വരുന്ന. ഇതെല്ലാം യൂസേഴ്സ് ഇന്ററാക്ട് ചെയ്യുമ്പോൾ വരുന്ന സെക്യൂരിറ്റി ത്രെഡ്സ് ആണ്. ഒന്നാമത്തത് ജാവാ സ്ക്രിപ്റ്റ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ആ ജാവാ സ്ക്രിപ്റ്റ് നോർമൽ കോഡിന്റെ കൂടെ റൺ ചെയ്തിട്ട് ആ നമ്മുടെ യൂസേഴ്സ് ഡാറ്റാസ് എല്ലാം കളക്ട് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് എന്താന്ന് വെച്ചാൽ ഈ പോപ്പപ്പ് മെന്യൂസ് പോലെ നമ്മൾ എന്തെങ്കിലും ലിങ്ക് ആ ഫ്രണ്ട് എൻഡിൽ ഈ വെബ്സൈറ്റിൽ വരുന്ന ഏതെങ്കിലും ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ലിങ്കിൽ പോയിട്ട് ഹാക്കേഴ്സിന് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം, നമ്മൾ ആ ലിങ്കിൽ പോയാൽ ഹാക്കേഴ്സിന് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇൻസെക്യൂർ സ്റ്റോറേജ്. ഇപ്പോ ചില വെബ്സൈറ്റ്സിലൊക്കെ നമ്മൾ നമ്മുടെ ലോഗിൻ ഡീറ്റെയിൽസ് അടിക്കുമ്പോൾ അവർ ചോദിക്കും ലൈക്ക് ഇന്ന വെബ്സൈറ്റിൽ നിങ്ങളുടെ പാസ്വേഡും ഇൻഫർമേഷനും സ്റ്റോർ ചെയ്തോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ നമ്മളിപ്പോ ഒരു വെബ്സൈറ്റിൽ ഓരോ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുമ്പോൾ ഈ കുക്കീസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. കുക്കീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ടൈമിൽ വെബ്സൈറ്റിൽ എൻ്റർ ചെയ്യുന്ന ഡാറ്റാസ്, കുക്കീസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഡാറ്റാസ് ആണ്. നമ്മൾ ആ വെബ്സൈറ്റിലുള്ള നമ്മുടെ ടൈം ലൈൻ അല്ലെങ്കിൽ ആ ഡാറ്റാസ് അവർ സ്റ്റോർ ചെയ്ത് വെക്കും. അതിൽ പാസ്വേഡ് ഇൻക്ലൂഡഡ് ആയിരിക്കും, നമ്മുടെ സെർച്ച് ഹിസ്റ്ററി ഒക്കെ ഇൻക്ലൂഡഡ് ആയിരിക്കും, അതെല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കും. പക്ഷെ നമ്മൾ ഇപ്പോ സേഫ് അല്ലാത്ത ഒരു വെബ്സൈറ്റിലൂടെ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ ഇപ്പൊ എല്ലാം കാണുന്ന വെബ്സൈറ്റ്സിലെല്ലാം ഈ എലോ കുക്കീസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവില്ലേ, ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം അവർ കളക്ട് ചെയ്തിട്ട് അവർക്ക് അത് പിന്നെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആ വെബ്സൈറ്റ് സെക്യൂർ വെബ്സൈറ്റ് ആണെന്ന് എൻഷുർ ചെയ്തതിന് ശേഷം മാത്രമേ അതൊക്കെ അലോ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഈ 4 ടൈപ്സ് ഉള്ള സെക്യൂരിറ്റി ത്രെഡ്സ് ആണ് ഫ്രണ്ട് എൻഡിലൂടെ നോർമലി കണ്ടുവരാറ്. അപ്പോൾ വൈപ്പ് കോഡിങ്ങും പിന്നെ സെക്യൂരിറ്റി ത്രെഡ്സും ഫ്രണ്ട് എൻഡ് എന്താന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് സംതിങ് ഓഫ് ദിസ്. ഇനി ഈ സെക്യൂരിറ്റി ത്രെഡ്സിന്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടും ആ സെക്യൂരിറ്റി ത്രെഡ്സിനെ വൈപ്പ് കോഡിംഗ് ഉപയോഗിച്ചിട്ട് എങ്ങനെ പ്രിവെന്റ് ചെയ്യാന്നെല്ലാം ഷാമിൽ ആയിരിക്കും സെഷന് ഇനി ഫോർവേഡ് എടുക്കുന്നത്. അപ്പോൾ ഷാമിൽ. ഓക്കെ.
ഹലോ, എൻ്റെ പേര് ഷാമിൽ. ഞാൻ S7 CSBയിലാണ് പഠിക്കുന്നത്. അപ്പോൾ അലീഷ വൃത്തിക്ക് എന്ത് പറഞ്ഞു, നമുക്ക് വൈബ് കോഡിങ് എന്താന്ന്, പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ അതിലുണ്ടാവുന്ന കുറേ സെക്യൂരിറ്റി ത്രെഡ്സുകളും കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അലീഷ പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിനിയിപ്പോൾ നേരത്തെ പറഞ്ഞ ഈ ഒരു XSS, CSRF, ഡോം ബേസ്ഡ് അറ്റാക്സ്, ഇതിനെല്ലാം കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതെല്ലാം നിങ്ങൾക്ക് ഡെമോ ആയിട്ട് കാണിച്ചു തരണം എന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷെ ഈ ഡെമോ എല്ലാം കാണിച്ചു തരുമ്പോഴത്തേക്കും അതിൽ കുറെ കോഡിനെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ആക്കാനെല്ലാം ഉണ്ടാവും. അപ്പം ആ കോഡിനെ കുറിച്ചെല്ലാം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും മനസ്സിലാക്കാൻ. അപ്പം നമ്മൾ അങ്ങനത്തെ അധികം കോഡ് പരമായിട്ടൊന്നും പോകുന്നില്ല. ജസ്റ്റ് എന്താണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ പോകുന്നുള്ളൂ. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു ആദ്യത്തെ ഒരു സെക്യൂരിറ്റി ത്രെട്ട് ആയിരുന്നു XSS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിൽ XSS എന്ന് വെച്ചാൽ ഇപ്പോൾ പറഞ്ഞു ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് ആണ് അല്ലേ. അതായത് ഇപ്പം നമ്മൾ ഒരു വെബ്സൈറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു മലീഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ വൈബ് കോഡിങ് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വെബ്സൈറ്റിൽ നമ്മൾ മലീഷ്യസ് ആയിട്ടുള്ള എന്തെങ്കിലും സ്ക്രിപ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നു. ആ സ്ക്രിപ്റ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പം നമ്മൾ ഒരു അറ്റാക്കർ ആഡ് ചെയ്തതായിരിക്കും അത്. അപ്പോൾ നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എന്താ പറയുക, ഹൈജാക്കിങ് അങ്ങനത്തെ ഓരോ സംഭവങ്ങൾ, അതായത് നമ്മൾ അതിൻ്റെ ആ ഒരു ഫങ്ഷനിങ് ഇല്ലാണ്ടായി പോകും. അതായത് നമ്മൾ വൈബ് കോഡിങ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയൊരു വെബ്സൈറ്റിനെ എന്ത് ചെയ്യുന്ന ഹാക്കർ ഒരു സ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ട്, മെയിൻലി ഇവിടെ നമ്മൾ ജാവ സ്ക്രിപ്റ്റ് ഒക്കെയാണ് യൂസ് ചെയ്യല്. അങ്ങനെ ജാവ സ്ക്രിപ്റ്റ് എല്ലാം യൂസ് ചെയ്തിട്ട് ഇതിനെ ഇൻഫങ്ഷൻ ആക്കിയിട്ട് മാറ്റുന്ന ഒരു സംഭവമാണ് ഈ ഒരു ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഈ ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗിൽ ഒരുപാട് ടൈപ്സ് ഉണ്ട്. അതായത് ഒന്നാമത് വരുന്ന ടൈപ്പ് പറയുന്നത് സ്റ്റോർഡ് അല്ലെങ്കിൽ പെർസിസ്റ്റന്റ് എന്നുള്ളൊരു സംഭവമാണ്. അതായത് malicious script is permanently stored on the server. Okay, example in a database or a forum post. അതൊരു ടൈപ്പ് ഇതാണ്. അതായത് നമ്മളെ വെബ്സൈറ്റിന് അലിഷ പറഞ്ഞു ബാക്ക് എൻഡ് ഉണ്ടാവാം, ഫ്രണ്ട് എൻഡ്. ഓക്കെ, അപ്പോൾ ഈ ബാക്ക് എൻഡിലാണ് നമ്മൾ ഈ ഡാറ്റാബേസ് എല്ലാം സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഡാറ്റാബേസിൽ ഈ ഒരു സ്ക്രിപ്റ്റിംഗ് ഉണ്ടാവും. അതാണ് ഒന്നാമത്തെ ടൈപ്പ്, സ്റ്റോർഡ് ടൈപ്പ് അല്ലെങ്കിൽ പെർസിസ്റ്റന്റ് ടൈപ്പ് എന്ന് പറയും. ഇനി രണ്ടാമത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിഫ്ലക്റ്റഡ് ടൈപ്പ്. അതായത് ഈ സ്ക്രിപ്റ്റിംഗ് വരുന്ന ടൈപ്സ് ആണ് ഈ പറയുന്നത്. ഒന്നുകിൽ നമ്മളെ ബാക്ക് എൻഡിൽ അത് അറ്റാക്കർ ഇൻജെക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തതാണ് റിഫ്ലക്റ്റഡ് ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ റിഫ്ലക്റ്റഡ് ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്രിപ്റ്റ് കംസ് ഫ്രം ദ റിക്വസ്റ്റ് ഓർ URL ഫോം ആൻഡ് ഈസ് ഇമ്മീഡിയറ്റ്ലി റിഫ്ലക്റ്റഡ് ഇൻ ദ റെസ്പോൺസസ്. അതെന്ന് വെച്ചാൽ നമ്മളെ ഫ്രണ്ട് എൻഡിൽ കാണാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു പോപ്പ് മെസ്സേജോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ട് എന്ത് ചെയ്യുന്നത്, ഈ സ്ക്രിപ്റ്റിംഗ് വരുന്ന രീതി, അതാണ് റിഫ്ലക്റ്റഡ് ഫോർമാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പം ഇതാണ് മെയിനായിട്ട് ടൈപ്പ് പറയാനുള്ളത്. സ്റ്റോറി ടൈപ്പും അതുപോലെ തന്നെ റിഫ്ലക്റ്റഡ് ടൈപ്പും ബാക്ക് എൻഡിലായിട്ടും വരാം അല്ലെങ്കിൽ ഫ്രണ്ട് എൻഡിലായിട്ടും നമുക്ക് ഈ രണ്ട് ഈ ഒരു സ്ക്രിപ്റ്റിംഗ് നമുക്ക് കാണാൻ പറ്റും. സോ ഇതാണ് XSSന്റെ ആ ഒരു അല്ലെങ്കിൽ എന്താ പറയുക, ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വരുന്ന രീതികളാണ് പറഞ്ഞത്. നമ്മൾ രണ്ട് രീതി പറഞ്ഞത്, സ്റ്റോർഡും റിഫ്ലക്റ്റഡും. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഇതിനെങ്ങനെയാണ്, നിങ്ങൾക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ എല്ലാം ഈ പീപ്പിളിൽ കാണുന്നുണ്ടാവും, ഒരു പക്ഷെ അത് മനസ്സിലാവണമെന്നില്ല. എന്ന് വെച്ചാൽ ഇതിൽ പറയുന്നത് മെയിൻലി ഇപ്പോൾ നമ്മള് നമുക്ക് കണ്ടാൽ തിരിച്ചറിയണം എന്നുള്ള രീതിയിൽ. അതായത് ഇപ്പം ചില ഇപ്പൊ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫോർമാറ്റ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ആ ഫോർമാറ്റ്സ്, അങ്ങനത്തെ ഫോർമാറ്റ്സിലൊക്കെ വരുന്നത് അത് ശരിക്കും അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു എന്താ പറയാ, എക്സസ് അറ്റാക്ക് സംഭവിച്ചിട്ടുള്ളതാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് കറക്റ്റ് ഫോർമാറ്റിൽ നേരത്തെ പറഞ്ഞല്ലോ, മെസ്സി വേഴ്സസ് വൈറ്റ് കോഡ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ മെസ്സി ആയിട്ടൊക്കെ കിടക്കുന്ന രീതിയിൽ, ഇല്ലെങ്കിൽ നമ്മൾ അൺവൺറൈറ്റ്, അത് നിങ്ങൾ കോഡിംഗ് എല്ലാം പഠിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ഫോർമാറ്റും കാര്യങ്ങളെല്ലാം. അപ്പൊ അങ്ങനത്തെ നമുക്ക് പരിചയമല്ലാത്ത ഫോർമാറ്റിലെല്ലാം കിടക്കുന്ന സാധനങ്ങൾ, അതൊക്കെ ആയിരിക്കും ആ ഒരു ഇൻജെക്ട് ചെയ്ത സ്ക്രിപ്റ്റിംഗ് നമ്മൾ മനസ്സിലാക്കുന്ന രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് പരിചയമില്ലാത്ത ഫോർമാറ്റിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ രീതിയിൽ. സോ അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു എക്സാമ്പിൾ, അതായത് ഈ വൾനറബിൾ കാണിക്കുന്ന, അതായത് ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് ബ്രാക്കറ്റ് ലൊക്കേഷൻ ഡോട്ട് ഹാഷ് എന്നുള്ള ആ ഒരു ലൈനിനെ നമ്മൾ സെക്യൂർ വൈബ് കോഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ലെറ്റ് യൂസർ ഇൻപുട്ട് ഈക്വൽ ടു ലൊക്കേഷൻ ഡോട്ട് ഹാഷ്, അത്രയും ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അപ്പം
ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലിയർ ആയിട്ട് വേരിയബിൾസ് ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു കോഡാണ് ശരിക്കും പറഞ്ഞാൽ സെക്യൂർ ആയിട്ടുള്ള കോഡ്. ബട്ട് വൾണറബിൾ ആയിട്ടുള്ളതിൽ എന്തായിരിക്കില്ല, ഈ വേരിയബിൾസ് നമ്മൾ അസൈൻ ചെയ്യുന്ന വേരിയബിൾസ് ഒന്നും കറക്റ്റ് പറയില്ല. ഇപ്പൊ നിങ്ങൾ പൈത്തൺ എല്ലാം പഠിച്ചു തുടങ്ങിയില്ല ഫസ്റ്റ് ഇയർ S1 ഏകദേശം ആ വേരിയബിൾ അസൈൻമെന്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നത്. അപ്പം നമ്മൾ മെയിൻലി മനസ്സിലാക്കേണ്ടത് ഈ വൈബ് കോഡിങ്ങിലാണെന്നുണ്ടെങ്കിൽ ആ വേരിയബിൾ അസൈൻമെന്റും കാര്യങ്ങളെല്ലാം ക്ലിയർലി അതിൽ കാണിക്കും. പക്ഷെ വൾണറബിൾ ആയിട്ടുള്ള ഒരു കോഡിൽ അല്ലെങ്കിൽ മലീഷ്യസ് ആയിട്ടുള്ള ഒരു കോഡിൽ ആ അസൈൻമെന്റും കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പം നമ്മൾ അതാണ് ഈ എക്സസൈസ്, ഈ ഒരു എന്താ പറയാ ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് എന്ന് നമ്മൾ അതിൽ നിന്ന് നമുക്ക് എന്താ പറയാ രക്ഷ നേടാൻ പറ്റുന്ന ഒരു ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെയും കുറെ മെത്തേഡ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇപ്പൊ എന്തായാലും ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ടത് ഈ ഒരു രീതിയാണ്. ഇനി നമുക്ക് അടുത്ത നോക്കാം. അടുത്തത് സെക്യൂർ കുക്കി മാനേജ്മെന്റ്സ്. എല്ലാവർക്കും അറിയാലേ കുക്കീസ്, നമ്മളിങ്ങനെ എപ്പോഴും പലതരം വെബ്സൈറ്റ് എല്ലാം യൂസ് ചെയ്യുന്ന സമയത്ത് അക്സെപ്റ്റ് ഓൾ കുക്കീസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പോപ്പ് മെസ്സേജും കാര്യങ്ങളെല്ലാം കാണും. അപ്പോൾ ഈ കുക്കീസ് നമുക്ക് ഒരുപക്ഷെ എന്ത് പറയാ, ഇങ്ങനെ അറ്റാക്കേഴ്സ് എന്നുള്ള സംഭവങ്ങളൊക്കെ വരാം, അറ്റാക്കേഴ്സ് എന്നുള്ള സംഭവങ്ങളെല്ലാം വരും. അപ്പോൾ ഈ കുക്കീസ് മീൻസ് അങ്ങനത്തെ കുക്കീസ് ഈ എന്താ പറയാ നമുക്ക് മീൻസ് ഒരു അറ്റാക്കിങ്ങിന് ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിന് ചാൻസ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ ഒരു മെത്തേഡ് രീതികളെല്ലാം ഉണ്ട്. അപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ആക്കി തരാം. അതായത് ഇപ്പം നമ്മൾ ഒരു സെക്യൂർ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് സെക്യൂർഡ് ആയിട്ടുള്ള കുക്കിന്നുണ്ടെങ്കിൽ അതിൽ മെയിൻ ആയിട്ട് കുറച്ച് ഫ്ലാഗ്സ് ഉണ്ട്. ആ ഫ്ലാഗ്സ് ഞാൻ പറഞ്ഞുതരാം. ആ ഫ്ലാഗ്സ് ഓക്കെ, ഒരു കുക്കി സെക്യൂർഡ് ആണ് എന്നുണ്ടെങ്കിൽ എന്താണ് കുറച്ച് ഫ്ലാഗ്സുകൾ അതിലുണ്ടാവും. അതായത് ഒന്നാമത് HTTP only. HTTP only means makes the cookie inaccessible to JavaScript. ഓക്കെ, അപ്പൊ അതൊരു ഫ്ലാഗ് ആണ്. പിന്നെ അതുപോലെ തന്നെ സെക്യൂർ ഫ്ലാഗ് എന്താണ്, സെൻഡ് ദ കുക്കി ഓൺലി ഓവർ HTTPS. ഓക്കെ, എൻഷുർ കുക്കീസ് ആർ ഓൺലി സെൻഡ് ഓവർ HTTPS കണക്ഷൻസ്. അപ്പൊ അതൊരു ഫ്ലാഗ് ആണ്. ഈ ഫ്ലാഗ് ഏതെങ്കിലും ഒന്ന് റോങ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതൊരു എന്താ പറയാ, അതൊരു മലീഷ്യസ് ആയിട്ടുള്ള സംഭവമാണ് നമുക്ക് പറയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ സെയിം സൈറ്റ് ഫ്ലാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ protects against CSRF നേരത്തെ പറഞ്ഞു അലീഷ, protects against CSRF attacks by controlling when cookies are sent. അതായത് restricts when cookies are sent with cross-site request. ഓക്കെ, അപ്പോൾ ഈ 3 ഫ്ലാഗ്സ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റും, ആ ഒരു കുക്കി നമുക്ക് സെക്യൂർ ആണെന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ HTTPS കുറിച്ചെല്ലാം അറിയുന്നുണ്ടാവായിരിക്കും. ഹൈപ്പർ ടെസ്റ്റ് ട്രാൻസ് സെക്യൂർഡ് എന്നുള്ള രീതി. അതുപോലെ HTTP ഉണ്ടാവും. ഏറ്റവും സേഫ് നമ്മൾ HTTPS ഉള്ള സൈറ്റ്സ് എല്ലാം യൂസ് ചെയ്യുന്നതാണ്. ഇപ്പം ഞാൻ ഈ ഷെയർ ചെയ്യുന്ന സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു PPT നമ്മൾ പ്രിപ്പയർ ആക്കി ഗാമയിലാണ്. അപ്പൊ ഗാമേന്റെ ഈ HTTPS എന്ന് പറഞ്ഞിട്ടില്ല. അപ്പം ഇങ്ങനത്തെ സൈറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും സെക്യൂർഡ് ആയിട്ടുള്ളത്. HTTP ആണെന്നുണ്ടെങ്കിൽ അത് സെക്യൂർഡ് അല്ല. ഓക്കെ, ഇനി അടുത്തത് ഉള്ളത് CSRF പ്രൊട്ടക്ഷൻ പ്രാക്ടീസ് ആണ്. അപ്പോൾ അതില് CSRF എന്താന്ന് മനസ്സിലായിട്ടുണ്ടാവും. ക്രോസ് സൈറ്റ് റിക്വസ്റ്റ് ഫോർജറി. അതായത് ഇപ്പം ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇപ്പൊ ഒരു എന്താ പറയാ, ഒരു നമ്മളിപ്പോ നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് നമ്മൾ എല്ലാവരും ഓൺലൈൻ ബാങ്കിങ് ഒക്കെ ചെയ്യുന്നതാണല്ലോ. അപ്പൊ ഈ ഓൺലൈൻ ബാങ്കിങ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഈ ഒരു ആപ്പിലോ അല്ലെങ്കിൽ സൈറ്റ്സിലോ നമ്മൾ ബാങ്ക് സൈറ്റ്സിൽ കയറിയിട്ട് നമ്മൾ ലോഗിൻ ചെയ്തതിന് ശേഷം നമുക്കൊരു മലീഷ്യസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം അവിടെ ലോഡായി വന്നു. ഓക്കെ, മലീഷ്യസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം അവിടെ ലോഡായിട്ട് വന്നു. അപ്പോൾ പക്ഷെ നമുക്ക് ലൈക്ക് എന്തെങ്കിലും കുക്കീസ് ഒക്കെ പോലെ, പക്ഷെ നമ്മളത് നമ്മളത് നല്ലതാണില്ലെങ്കിൽ ഓക്കെ അത് സെക്യൂർ ആയിട്ടുള്ള എന്തോ സംഭവമാണെന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു, അതിനെ ഫോളോ ചെയ്തു, അല്ലെങ്കിൽ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തു, അങ്ങനെ ചെയ്ത് കഴിഞ്ഞു. പക്ഷെ നമ്മളതിന് എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മളെ പൈസയോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളെ ഡീറ്റെയിൽസ് അവർക്ക് കിട്ടിയിട്ട് നമ്മളെ പൈസ ഒക്കെ നമ്മളറിയാണ്ട് നമ്മളെ പൈസ എല്ലാം അവർ എടുത്തിട്ടുണ്ടാവും, അറ്റാക്കേഴ്സ് എടുത്തിട്ടുണ്ടാവും. അപ്പം അതാണ് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നമ്മൾ CSRFന് പറയുകയാണെങ്കിൽ. അപ്പോൾ ഇതിലിപ്പം എന്താ പറയാ, CSRF attacks tricks your browser into performing action you didn't intend. അതായത് നമ്മൾ അറിയാതെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ ബ്രൗസറിൽ അത് വന്നിട്ട് നമ്മളെ ഡീറ്റെയിൽസ് എല്ലാം എടുത്തിട്ട് അത് വെച്ചിട്ട് നമ്മളെ ഹാക്ക് ചെയ്യുന്നില്ലേ, നമ്മളെ പൈസ തട്ടിയെടുക്കുന്ന അങ്ങനത്തെ പല രീതിയിൽ അറ്റാക്സ് എല്ലാം ചെയ്യുന്നു. അപ്പോൾ
അതിൽ നിന്നിപ്പോൾ നമുക്ക് എങ്ങനെയാണ് സേഫ് ആയിട്ട് നിൽക്കാൻ പറ്റുക എന്നുള്ള രീതിയിൽ, അതായത് അറ്റാക്കേഴ്സ് ക്രിയേറ്റ്സ്, അതായത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക ഇതിനെക്കുറിച്ച് നമ്മൾ അവെയർ ആവുക എന്നുള്ള രീതിയിലാണ്, അവെയർ ആവുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരു സംഭവം. ഇപ്പൊ അറ്റാക്കേഴ്സ് ഒരു പക്ഷെ മലീഷ്യസ് ആയിട്ടുള്ള ഫോംസ് അങ്ങനത്തെ ഉണ്ടാക്കും. അപ്പോൾ ആ ഫോം വഴി നമ്മൾ ചെയ്യുന്നതിലൂടെ നമ്മൾ എന്ത് ചെയ്യും, ഒരു പക്ഷെ നമ്മൾ അതിൽ ഹാക്കായി പോകും. അതുപോലെ തന്നെ വിക്ടിംസ് ബ്രൗസർ സബ്മിറ്റ്സ്, നമുക്ക് ഒരുപാട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ലൈക്ക് ബ്രൗസർ ഓട്ടോമാറ്റിക്കലി ഇൻക്ലൂഡ് സെഷൻ കുക്കീസ് മേക്കിംഗ് റിക്വസ്റ്റ് അപ്പിയർ ലെജിറ്റിമേറ്റ്. അപ്പം ഇങ്ങനെ കുക്കീസ് ഒക്കെ പോലെ എന്തെങ്കിലും എന്തെങ്കിലും അക്സെപ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ എന്തെങ്കിലും ബ്രൗസറിലൂടെ വരും. അപ്പം അതെല്ലാം ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് നോക്കാം അത് എന്താണ്, എന്താ പറയുക, നമ്മൾ മലീഷ്യസ് ആയിട്ടുള്ള സംഭവമാണ് അല്ലെങ്കിൽ ഹാക്കിങ്ങിന് ചാൻസ് ഉള്ളതാണോ എന്നൊക്കെ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ CSRF ടോക്കൺ ബ്ലോക്ക് അറ്റാക്ക്. അപ്പം നമുക്ക് ഈ എന്താ പറയാ, നമ്മളെ ഈ ഒരു അറ്റാക്സ് എല്ലാം കുറച്ച് തടയാൻ വേണ്ടി നമുക്ക് CSRF ടോക്കൺസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സെർവർ റിജക്ട്സ്, അങ്ങനെ നമ്മൾ ടോക്കൺസ് എല്ലാം യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ സെർവർ റിക്വസ്റ്റ് വിത്തൗട്ട് വാലിഡ് CSRF ടോക്കൺ. ഓക്കെ, അപ്പം CSRF ടോക്കണെ കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ആക്കുവാണെങ്കിൽ, ഓക്കെ. ഇപ്പൊ CSRF ടോക്കൺസ് എന്ന് പറയുമ്പം ഒരു സിങ്ക്രണൈസർ ടോക്കൺ പാറ്റേൺ. അത് നമുക്ക് സെർവർ ജനറേറ്റ്സ് എ റാൻഡം അൺപ്രഡിക്റ്റബിൾ ടോക്കൺ ആൻഡ് ടൈപ്സ് ഇറ്റ് യൂസർ സെഷൻസ്. ഓക്കെ, അപ്പം ഇങ്ങനത്തെ ഈ CSRF ടോക്കൺസ് എല്ലാം യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നിന്ന് നമുക്ക് എന്താ പറയാ, അത് വാലിഡ് ആയിട്ടുള്ള സംഭവമാണോ അല്ലയോ എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഇനിയുള്ളത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് നമുക്ക് വരുന്ന സെക്യൂരിറ്റി ത്രെഡ്സ് ആണ് ഈ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വൈപ്പ് കോഡിങ് ചെയ്യുന്ന സമയത്ത് ബെസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യണം എന്തൊക്കെയാണ്, സാനിറ്റൈസ് ആൻഡ് എസ്കേപ്പ് ഇൻപുട്ട്. അതായത് നെവർ ട്രസ്റ്റ് യൂസർ ഇൻപുട്ട്, ആൾവേസ് ക്ലീൻ ആൻഡ് വാലിഡേറ്റ് ഡാറ്റ ബിഫോർ യൂസിങ് ഇറ്റ് യുവർ ആപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ നമ്മളൊരു എന്തെങ്കിലും യൂസ് ചെയ്യുന്ന സമയത്ത് സാനിറ്റൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീൻ ആക്കുക. നമ്മൾ കൈ സാനിറ്റൈസ് ഇടുക എന്ന് പറയില്ലേ, അപ്പം നമുക്ക് അണുക്കളൊക്കെ പോകാനായിട്ട് നമ്മൾ ചെയ്യുന്ന പോലെ നമ്മളെ കൊടുക്കുന്ന ഇൻപുട്ട് ആയാലും എന്തൊക്കെയായാലും നമ്മൾ എന്ത് ചെയ്യുക, അത് വാലിഡേറ്റ് ആയിട്ട് നമ്മൾ നോക്കുക, അത് ഓക്കെ ആണോ, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള രീതിയിലാണോ, അല്ലെങ്കിൽ നമ്മളെ ഫോർമാറ്റ് ഒക്കെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ആ ഫോർമാറ്റ് ഒക്കെ കീപ്പ് ചെയ്യുന്നുണ്ടോ, ഫോളോ ചെയ്യുന്നുണ്ടോ, അങ്ങനത്തെ രീതിയിലൊക്കെ നമ്മൾ നോക്കുക, മനസ്സിലാക്കിയെടുക്കുക അത് മലീഷ്യസ് ആവാൻ ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ അവോയ്ഡ് ഡേഞ്ചറസ് ഫങ്ഷൻസ്, നെവർ യൂസ് ഇവാൽ ഓർ അൺസേഫ് ഇന്നർ HTML. ദ കോമൺ എൻട്രി പോയിന്റ്സ് ഫോർ മലീഷ്യസ് കോഡ് എക്സിക്യൂഷൻ. ജസ്റ്റ് ഇപ്പം ഈ ഫംഗ്ഷൻ ഒക്കെ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവാന്ന് അറിയില്ല, നമുക്ക് ഒരുപാട് ഇവാൽ ഇങ്ങനത്തെ കുറെ ഫങ്ഷൻസ് നമുക്ക് നമ്മളെ കോഡിംഗ് പ്രോഗ്രാംസിലെല്ലാം പഠിക്കാനുണ്ട്. അപ്പം ഹലോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പൊ അവോയ്ഡ് ഡേഞ്ചറസ് ഫങ്ഷൻസ്. ലൈക്ക് ഇപ്പൊ നമ്മൾ ഈ എന്താ പറയാ, നമ്മൾ ഓരോ കോഡിംഗ് പ്രോഗ്രാമിലും ഒരുപാട് ഫങ്ഷൻസ് എല്ലാം ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ എന്താ പറയുക, നമ്മൾ വേണ്ടാത്ത അല്ലെങ്കിൽ നമ്മൾ അത് എന്ന് വെച്ചാൽ അങ്ങനത്തെ ഫങ്ഷൻസ് എല്ലാം നമുക്ക് ഈ അറ്റാക്കേഴ്സിന് ഒരു എൻട്രി പോയിന്റ്സ് ആയിട്ട് നമുക്ക് ഒരു പക്ഷേ ഒരു നമ്മൾ തന്നെ ഒരു വഴിയൊരുക്കുന്ന രീതിയിലായിരിക്കും. അപ്പം നിങ്ങൾ കോഡിംഗ് ലാംഗ്വേജസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് ഇങ്ങനത്തെ ഫങ്ഷൻസ് ഏതൊക്കെയാണ് നല്ലത്, അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ഫങ്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഓൾവേസ് യൂസ് HTTPS. ഞാൻ പറഞ്ഞു HTTPS നമ്മൾ എല്ലാ സൈറ്റും എടുത്ത് നോക്കുകയാണെങ്കിലും HTTPS എന്നുള്ളൊരു സൈറ്റ് കാണാൻ പറ്റും. ഇപ്പൊ മോസ്റ്റ് കോമൺലി എല്ലാ സൈറ്റിലും HTTPS ഉണ്ടാവും. HTTPS എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്യൂർഡ് ആയിട്ടുള്ള സൈറ്റ്സ് ആയിരിക്കും. HTTP ഉള്ള സൈറ്റ്സും കാണാം, പക്ഷെ അതും ലെസ് സെക്യൂർഡ് ആയിരിക്കും. ഓക്കെ, അത് എൻക്രിപ്റ്റ് ഓൾ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ യുവർ ആപ്പ് ആൻഡ് യൂസേഴ്സ്, നോ എക്സെപ്ഷൻസ് ഇൻ പ്രൊഡക്ഷൻ എൻവിറോൺമെന്റ്സ്. ഓക്കെ, അപ്പം എന്താ പറയാ, നമ്മൾ ആ ഒരു വെബ്സൈറ്റിൽ ഉണ്ടാവുന്ന എല്ലാ സാധനങ്ങളും ഉണ്ടാവില്ലേ, അതെല്ലാം സെക്യൂർഡ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മളതിൽ പാസ്വേഡ് അല്ലെങ്കിൽ യൂസർ നെയിം എല്ലാം വെച്ച് ലോഗിൻ ചെയ്യൊക്കെയാണെങ്കിൽ അത് സെക്യൂർഡ് ആയിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ HTTP ഉള്ള സൈറ്റ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്കത് സെക്യൂർ ആയിരിക്കണം എന്നുള്ള രീതിയിൽ പറയാൻ പറ്റൂല. കാരണം അത് ഏത് സമയത്ത് അത് മലീഷ്യസ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്, അറ്റാക്കേഴ്സ് വഴി ഹാക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ മിനിമൈസ് സെൻസിറ്റീവ് സ്റ്റോറേജ്.
അതായത് നമുക്ക് എല്ലാവർക്കും സെൻസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള പാസ്വേഡ്സ് കാര്യങ്ങളെല്ലാം. അപ്പൊ അതെല്ലാം അങ്ങനത്തെ സാധനങ്ങളിൽ കുറച്ചായിട്ട്, അതായത് നമ്മൾ മോർ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങളെല്ലാം കുറച്ച് അതായത് ഒരുപാട് സെൻസിറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം എന്ത് ചെയ്യാം, നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക. ഓക്കെ, അതായത് മിനിമൈസ് ചെയ്യുക. നമ്മൾ ആ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്റ്റോറേജ് നമ്മൾ മിനിമൈസ് ചെയ്യുക. അതൊരു ബെസ്റ്റ് പ്രാക്ടീസ് ആണ്. അതായത് നമുക്ക് നമ്മുടെ സെൻസിറ്റീവ് അല്ലെങ്കിൽ നമ്മൾ അത്രയും അതായത് ഹാക്കേഴ്സിന്റെ ചാൻസ് ഉള്ള ഡാറ്റകളാണെന്ന് തോന്നുന്നത് നമ്മൾ കുറച്ച് സാധനങ്ങളിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വൈപ്പ് കോഡിംഗ് സെക്യൂരിറ്റി ബെസ്റ്റ് പ്രാക്ടീസസ് ചെയ്യാനുള്ളത്. അപ്പം എല്ലാവരും തന്നെ ഒന്ന് ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്യുക. കാരണം ഏതൊരു ബിഗിനർക്ക് പോലും എന്താ പറയാ, ഇപ്പൊ ലാംഗ്വേജ് അറിയാത്ത ഒരാൾക്ക് പോലും വെറുതെ ഒരു ChatGPT ജെമിനിയോ എടുത്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നിങ്ങൾ പറയാം അല്ലെ. ഒരു വെബ്സൈറ്റ് വേണം അല്ലെ, എന്തെങ്കിലും തോന്നുക എനിക്ക് ആ ഒരു വെബ്സൈറ്റ് വേണം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വെബ്സൈറ്റ് വേണം എന്നൊക്കെ തോന്നാണ്, നിങ്ങൾ പ്രോംപ്റ്റ് ഇടുക. കാരണം നമ്മളെ അടുത്ത് എല്ലാവരും വേർഡ്സുകൾ ഉണ്ടാവില്ലേ, നമുക്ക് ഇമാജിനേഷൻ അത്രയും നമുക്ക് എല്ലാവർക്കും നല്ലോണം ഉണ്ട്. അപ്പൊ ആ ഒരു ഇമാജിനേഷന്റെ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോംപ്റ്റ്സിൽ അടിച്ചു കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിലുള്ള വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ എന്തേലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ബാക്ക് എൻഡ് ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നിങ്ങൾ അങ്ങനെ അധികം അറിയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു സാധനം യൂസർ നെയിം അടിച്ചു കഴിഞ്ഞാൽ, പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ അത് ഇന്ന സ്ഥലത്ത് പോയിട്ട് സ്റ്റോർ ചെയ്യണം. നിങ്ങൾ ആ ഒരു വേർഡ് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക്കലി അതെല്ലാം അവിടെ ചെയ്തോളും. പിന്നെ നിങ്ങൾ ഇങ്ങനെ വൈപ്പ് കോഡിങ് വെച്ചിട്ട് ഇതൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ബാക്ക് എൻഡിൽ എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഫ്രണ്ട് എൻഡിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്, നമ്മൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതെങ്ങനെ മറ്റേ പേജിലോട്ട് പോകുന്നു, മീൻസ് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കാം. ഓക്കെ, അപ്പൊ ആദ്യം അതൊന്ന് എന്താണ് അനുഭവിച്ചറിയുക, എങ്ങനെയൊക്കെയാണ് ഈ സൈറ്റ് ഉണ്ടായി വരുന്നത്, അല്ലെങ്കിൽ അതിലത്തെ ഓരോ ഫംഗ്ഷൻസ് ഒക്കെ എങ്ങനെയാണ് നമ്മൾ പറയുമ്പോഴത്തേക്ക് അത് റെഡി ആയി വരുന്നുണ്ട്. അങ്ങനെ ഇപ്പം ഒരുപാട് AIs ഉണ്ട്, കർസർ AI, അങ്ങനെ ഒരുപാട് AIകൾ ഉണ്ട് നമുക്ക് ഇങ്ങനെ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പറ്റിയതോ അങ്ങനത്തെ ഒക്കെ. അപ്പം നിങ്ങൾ വൈബായിട്ട് കോഡ് ചെയ്യുക, എന്നിട്ട് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുക. ഇതൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റുന്നല്ല. അപ്പം അങ്ങനത്തെ സൈറ്റ്സ് എല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് വരുന്ന സെക്യൂരിറ്റി പ്രോബ്ലംസിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പം ഇതൊക്കെ ഒന്ന് പാലിച്ചിട്ട് നിങ്ങൾ എന്താ പറയുക, വൈപ്പ് കോഡിങ് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഓക്കെ, വൺസ് നമ്മളത് യൂസ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇപ്പൊ ഈ ഒരു ക്ലാസ് കേട്ടോണ്ട് മാത്രം നിങ്ങൾക്ക് ഒന്നത് മനസ്സിലാവണമെന്നില്ല. നിങ്ങൾ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ചെയ്ത് നിങ്ങളത് മനസ്സിലാക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അത് കറക്റ്റ് മനസ്സിലാവുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ? എന്തെങ്കിലും ഇല്ലെങ്കിൽ ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും മനസ്സിലായോ? ഓക്കെ, അപ്പോ എന്താ കൂടുതലൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് മനസ്സിലാക്കാൻ. നിങ്ങൾ ഫസ്റ്റ് ഇയേഴ്സ് ആണ്, തുടക്കമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളതെല്ലാം അറിഞ്ഞു വരുന്നേ ഉണ്ടാവുള്ളൂ. അപ്പൊ കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് സെഷൻ നിർത്താൻ തോന്നുന്നു. ഫീഡ്ബാക്കിന്റെ ഫോം ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. നമ്മൾ അറ്റൻഡൻസ് അതിലൂടെയാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്യാട്ടോ.